കൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 1 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സെൻസസ് വീടുകളിലൂടെ എന്യൂമറേറ്റർമാർ വന്നുള്ള വിവരശേഖരണം ജൂലൈ 1 മുതൽ 31 വരെയാണ്. 31 വരെ എന്യൂമറേറ്റർമാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. ആദ്യഘട്ടത്തിൽ വീടിന്റെയും ജീവിത ചുറ്റുപാടിന്റെയും വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ജാതി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരി മാസത്തിലാണ് നടക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് എന്യൂമറേഷൻ ഫോം ഓൺലൈനായി പൂരിപ്പിച്ചിട്ടുള്ള ആളുകൾ എന്യൂമറേറ്റർ ID അവർക്ക് നൽകിയാൽ മാത്രം മതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷന്റെ കാര്യമാണ്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടുകൂടി അവസാനിച്ചു. ജൂലൈ 1 തീയതി റേഷൻ കടകൾക്ക് അവധിയാണ്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം 2 തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് 2ാമത്തെ മാസത്തെ റേഷൻ വിതരണത്തിൽ തന്നെ നീല റേഷൻ കാർഡിന് പുതിയൊരു വിഹിതവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി മുതൽ നീല റേഷൻ കാർഡുള്ളവർക്കും ഗോതമ്പ് ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ മഞ്ഞ റേഷൻ കാർഡിന് അരിവിഹിതം മാറ്റി ഓരോ വ്യക്തിക്കും 7 കിലോ ആക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് ഇപ്പോൾ നടപ്പിലായി തുടങ്ങിയിട്ടില്ല. നിലവിൽ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെയാണ് മഞ്ഞ റേഷൻ കാർഡിന് അരിവിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓരോ റേഷൻ കാർഡിന്റെയും വിഹിതം നോക്കുകയാണ് എങ്കിൽ AAY അന്ത്യോദയ അന്നയോജന മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 ആട്ട ഒരു ആട്ടയ്ക്ക് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ അനുവദിച്ചിട്ടുള്ള മൊത്തം ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറയ്ക്കുകയും പകരം 9 രൂപ നിരക്കിൽ 4 കിലോ ആട്ട ലഭിക്കുന്നതുമാണ്. നീല റേഷൻ കാർഡിനാണ് ഈ മാസം നേട്ടമുള്ളത്. ഈ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇത് കൂടാതെ കാർഡിൽ സ്പെഷ്യൽ വിഹിതമായി ഗോതമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിലോക്ക് 8 രൂപ 70 പൈസ നിരക്കിലാണ് ലഭിക്കുക. എന്നാൽ ഇത് എല്ലാ മാസവും ലഭിക്കാൻ സാധ്യതയില്ല. ചില മാസങ്ങളിൽ അരി ആയിരിക്കും ലഭിക്കുക. അതാത് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 4 കിലോ വരെ ആട്ട ഒരു ആട്ടക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. NPNS വെള്ള പൊതുവിഭാഗം റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 4 കിലോ അരിയാണുള്ളത്. 4 ആട്ട ഒരു ആട്ടക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. NPI പൊതുവിഭാഗം സ്ഥാപനം പിങ്ക് റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ഒരു ആട്ട 17 രൂപക്കും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ക്വാർട്ടറിലെ വൈദ്യുതി ഉള്ള വീടുകൾക്ക് AAY മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും PHH, NPS, NPNS റേഷൻ കാർഡുള്ളവർക്ക്, അതായത് പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും വാങ്ങാവുന്നതാണ്. വൈദ്യുതി ഇല്ലാത്ത വീടുകളാണെങ്കിൽ ഏത് റേഷൻ കാർഡ് ആയാലും 6 ലിറ്റർ മണ്ണെണ്ണ ഈ 3 മാസത്തെ കാലയളവിൽ ലഭിക്കുന്നതുമാണ്. അപ്പൊ ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇന്ന് ജൂൺ 30 തീയതിയോടുകൂടി അവസാനിച്ചു. നാളെ ജൂലൈ 1 തീയതി സംസ്ഥാനത്ത് റേഷൻ കടകൾ അവധിയാണ്. അതിനുശേഷം മറ്റന്നാൾ ജൂലൈ 2 തീയതിയാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത്. LPG സിലിണ്ടറുകളിൽ വലിയ മാറ്റമാണ് വരുന്നത്. വാണിജ്യ സിലിണ്ടറിന് 1000 രൂപ വരെ വിലക്കുറവ് വന്നേക്കും എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. 500 മുതൽ 1000-ത്തിന് ഉള്ളിലായിട്ട് വില കുറയും എന്നുള്ളതാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിനും വില കുറയുന്നതാണ്. LPG ഉപഭോക്താക്കൾ PNG ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി ജൂൺ 30 കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ PNG പൈപ്പ് ലൈൻ കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ നിങ്ങളുടെ വീടിൽ പരിസരത്ത് ലഭ്യമാണ് എങ്കിൽ LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG കണക്ഷൻ ക്യാൻസൽ ചെയ്യുകയും വേണം. ഇല്ല എങ്കിൽ പിന്നീട് പിഴ നൽകേണ്ടി വരും. ഇനി മറ്റ് പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് തൊഴിലുറപ്പ് പദ്ധതി പിൻവലിച്ച് BBG റാംജി പദ്ധതി നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചത് അത് ജൂലൈ 1 മുതൽ നടപ്പിലാവാനാണ്. അപ്പോൾ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവർക്ക് പുതുതായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടി വരും. പുതിയ അംഗങ്ങൾക്ക് ചേരാനും സാധിക്കുന്നതാണ്. തൊഴിൽ ദിവസങ്ങൾ കുറയും എന്നുള്ളതാണ്. 100 ദിവസത്തിന് പകരം 125 ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും വ്യത്യസ്തമായി കൃഷി സീസണുകളിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ
റോസ്ഗാർ അബീജിക മിഷൻ BBG റാംജി എന്നാണ് പുതിയ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയാണ് പുതുതായിട്ട് നടപ്പിലാവാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കുള്ള കേന്ദ്ര സംസ്ഥാന സ്കോളർഷിപ്പുകൾ ജൂലൈ 1 മുതൽ അപേക്ഷാ നടപടികൾ ആരംഭിക്കും. കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഡെയിലി അപ്ഡേറ്റ് നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ പുതിയ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ ആരംഭിക്കുകയാണ്. നിരവധി പ്രഖ്യാപനങ്ങളാണ് 100 ദിന കർമ്മ പദ്ധതികളിലൂടെ ഉള്ളത്. സർവീസ് സഹകരണ സംഘങ്ങളിൽ നിന്നും സർവീസ് ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കുന്നതിലൂടെ വലിയ പലിശ ഇളവും ലോണിൽ തന്നെ ഇളവും നേടാൻ കഴിയും എന്നുള്ളതാണ് അറിയിപ്പ്. ഇതുപോലെ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. കണക്ട് ടു അർത്ത് സ്കോളർഷിപ്പ് വീണ്ടും തുടരും ഈ പദ്ധതിയിലൂടെ എന്നും അറിയുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല, ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട അറിയിപ്പ്, 1950-നും 1987-നും ഇടയിൽ ജനിച്ച ആളുകൾക്ക് പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഇനി ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി എന്നുള്ളതാണ്. അതേസമയം പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്ന രേഖയായി കണക്കാക്കാനാകില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാസ്പോർട്ടിനുള്ള അപേക്ഷാ ഫീസ് കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ചു. ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള 36 പേജുള്ള പാസ്പോർട്ടിന് 1500 രൂപ എന്നുള്ളത് 2500 വർദ്ധിപ്പിച്ചു. 60 പേജുള്ള പാസ്പോർട്ടിന് 3500 നിന്നും 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 36 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 1500 നിന്നും 3500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 2000 നിന്നും 4000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. പുതുക്കിയ ഫീസ് പ്രകാരം നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള 36 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിനും 5000 രൂപയും തൽക്കാൽ നിരക്ക് 6000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 60 പേജുള്ള പാസ്പോർട്ട് പുതുക്കുന്നതിന് 6000 രൂപയും 60 പേജുള്ള തൽക്കാൽ പാസ്പോർട്ടിന് 8500 രൂപയാക്കിയിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് പ്രധാനമായും ഒരു യാത്രാ രേഖ മാത്രമാണ് എന്നും ഇത് ഇന്ത്യൻ പൗരത്വത്തിനുള്ള തെളിവല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് പാസ്പോർട്ടിനുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 36 പേജുള്ള പാസ്പോർട്ടിന് 1750 രൂപയും കുട്ടികളുടെ താൽക്കാൽ പാസ്പോർട്ടിന് 4250 രൂപയുമായിരിക്കും. നഷ്ടപ്പെട്ടതോ കേടായതോ ആയിട്ടുള്ള കുട്ടികളുടെ പാസ്പോർട്ടിന് 4250 രൂപയും തൽക്കാലിന് 6750 രൂപയുമാണ്. ഇങ്ങനെയാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. അടുത്ത മാസം മുതൽ, അതായത് ജൂലൈ 1 മുതൽ ഈ പാസ്പോർട്ടിന്റെ വില വർധനവ് പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ജൂലൈ 1 മുമ്പ് അപേക്ഷ നൽകുകയാണ് എങ്കിൽ പഴയ ഫീസിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തേക്കുള്ള ശമ്പള വരുമാനങ്ങളുടെയും ഓഡിറ്റ് ആവശ്യമില്ലാത്തവരുടെയും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ശമ്പളമുള്ളവർ മൂലധന നേട്ടങ്ങൾ, സ്വത്തുക്കൾ എന്നിവയിൽ നിന്നുള്ള വരുമാനങ്ങൾ ITR 1, ITR 2 ഫോമുകൾ പൂരിപ്പിക്കണം. ഏപ്രിൽ ജൂൺ പദത്തിലെ TDS അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 7. ഇന്ത്യൻ റെയിൽവേയിലും പുതിയ മാറ്റങ്ങൾ വരികയാണ്. ജൂലൈ 1 മുതൽ യാത്രക്കാരെ കർശന നടപടികളിലൂടെ സ്വീകരിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ചിട്ടുള്ളത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനുള്ള കുറഞ്ഞ പിഴ 250 നിന്നും 500 രൂപയാക്കിയും ഉയർത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്കായി സംവരണം ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന പുരുഷന്മാർക്ക് 2500 രൂപ വരെ പിഴ ഈടാക്കും. ഒരാളുടെ ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് കണ്ടെത്തിയാൽ ഉയർന്ന പിഴ ഈടാക്കും. എത്രയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. ജനറൽ ടിക്കറ്റുമായി സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്താലും കർശന നടപടി നേരിടേണ്ടി വരും. അനധികൃത കച്ചവടം, ട്രെയിനുകളിൽ ഭിക്ഷാടനം, അസഭ്യ പെരുമാറ്റം, മദ്യപിച്ചുള്ള യാത്ര, ഭൂമിയിൽ അതിക്രമിച്ചു കയറൽ, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുപോകൽ എന്നിവക്കും ഉയർന്ന പിഴ ചുമത്തുമെന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം 24-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. 25-ാം തീയതിയൊക്കെ സജീവമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെയൊക്കെ കുറവുണ്ട്. ആ ഒരു തുക ഉടനെ ലഭിക്കുന്നതാണ്. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. വീടുകളിൽ വിതരണവും 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. വീടുകളിൽ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.